SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. പാട്ടിന്റെ തങ്കക്കിനാവഴകുമായി വന്ന കൊച്ചു പാട്ടുകാരുടെ പ്രിയ സംഗീത വിരുന്നിലേക്ക് പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ വന്നപ്പോൾ വേറൊരാള്, എനിക്ക് അയാളുടെ പേരറിയില്ല, അയാൾ പറഞ്ഞു ഇത് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ എൻ്റെ അടുക്ക് വന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു അപ്പോൾ എന്തു ചെയ്യണു? അപ്പോൾ പറഞ്ഞു അങ്ങനെ മിമിക്രിയും ഇതൊക്കെയാണ്, ചാലക്കുടിയാണ് വീട്. പിന്നെ അവിടെ നിന്ന് പോയി. പക്ഷെ പിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ കലാഭവൻ മണി നടനായി, പാട്ടുകാരനായി. ഇതിനൊക്കെ അപ്പുറത്ത് എൻ്റെ ഇലക്ഷൻ കാലത്ത് എനിക്ക് വേണ്ടി അദ്ദേഹം ഞാൻ അറിയാതെ വർക്ക് ചെയ്യുകയാണ്. അത് വലിയൊരു സംഭവമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റയാളെ അറിയിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പോലും അറിയാതെ അദ്ദേഹം ഭയങ്കരമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് അയാൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒന്നും തീരെ വയ്യ, എന്നാലും വേണ്ടി രാത്രിയും പകലൊക്കെ. അപ്പം എന്തായാലും എനിക്ക് അയാളെ മറക്കാൻ പറ്റില്ല. ഈ കുട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമില്ല, അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ആൾ കൊടുക്കും. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും ആ ആളാണ് നമുക്ക് നഷ്ടമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, മനസ്സുകൊണ്ട്. അത്രയോ. മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ അറിയാം. കീബോർഡ് മാത്രം വായിച്ച് ഗാനമേള ടീമിൻ്റെ കൂടെ വിദേശത്ത് പോയ സമയത്ത് അന്ന് മണിമുഴക്കം എന്നുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അദ്ദേഹം അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ച് നല്ല പോപ്പുലറായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മണിമുഴക്കം എന്ന് പറയുന്ന ഷോ US ഉണ്ടായപ്പം കീബോർഡ് വായിക്കാനായിരുന്നു ഞാൻ അവിടെ പോയത്. അന്ന് ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം അപ്രീഷിയേറ്റും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവിടുത്തെ ഓർഗനൈസേഴ്സ് വേറെ വേറെ ഗ്രേഡിൽ കാണും അവിടെയുള്ള പല ആൾക്കാരെയും. മെയിൻ ആൾക്കാരെ ഒരു ഗ്രേഡിൽ, പിന്നെ ഡാൻസേഴ്സ് അല്ലെങ്കിൽ മിമിക്രി അല്ലെങ്കിൽ സെക്കൻഡറി ആൾക്കാരെ വേറെ ഗ്രേഡിൽ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ വെറും ഒന്നും കൊള്ളാത്തൊരു ഗ്രേഡായിട്ട്. സ്റ്റേ ആണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റേ കിട്ടിയാലായി, അല്ലെങ്കിൽ ഉള്ളതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളണം. ഏതാണ്ട് നമ്മൾ വല്ലാതെ ഒരു ചീപ്പായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു പണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഇദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പം ഇദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് സ്പോൺസേഴ്സിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ ആരും കഴിവില്ലാത്ത ആൾക്കാരല്ല. ഒരു ദിവസം ഇയാളെ മാറ്റി നിർത്തി നിങ്ങൾ പരിപാടി നടത്തി നോക്കുക, അപ്പം നിങ്ങൾക്കറിയാം അയാളുടെ വില എന്താണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അതേപോലത്തെ റൂംസ് തന്നെ അദ്ദേഹം അന്ന് അവിടെ വെച്ച്, അന്ന് ഞാൻ ആരുമല്ല, നാളെ ആരെങ്കിലും ആവുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് അപ്പം അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആർട്ടിസ്റ്റിൻ്റെ ഒരു കംഫർട്ട്.
അത്തരം വലിയൊരു മനുഷ്യനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മ്യൂസിക് ഡയറക്ടർ ആയതും പാട്ട് പാടി ഒരുമിച്ച് നമ്മളിപ്പോൾ പടം ചെയ്ത് പാട്ടുകൾ ഹിറ്റായി, അതൊക്കെ വേറെ കഥ. പക്ഷെ തുടക്കം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് അതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ ജില്ലയായിരുന്നു. ഞാൻ കൊരട്ടി MAMH സ്കൂളിലും മണിച്ചേട്ടൻ ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് സ്കൂൾ കാലഘട്ടം മുതൽ മണിച്ചേട്ടനെ അറിയാം. ഒരു തവണ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കൊല്ലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ്സിലാണ് എല്ലാവരും യാത്ര ചെയ്യണത്. ഒരു ജില്ലയിലെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് സ്റ്റേറ്റ് മത്സരത്തിന് പോകുന്നത്. അപ്പോൾ ബസ്സിലൊക്കെ നല്ല പാട്ടും കൂത്തും ബഹളം ഒക്കെ അതൊക്കെ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്നതൊക്കെ സ്കൂളുകളിലാണ്. തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണ് മണിച്ചേട്ടൻ താമസിച്ചിരുന്നത്. രാവിലെ നോക്കിയപ്പോൾ ഭയങ്കര ബഹളം, ആൾക്കാരൊക്കെ കൂടുന്നു, കൈയടിക്കണ ശബ്ദം. ഞാൻ അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ബ്രേക്ക് ഡാൻസ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് കാണുന്നത് അന്നാണ്. മണിച്ചേട്ടനാണ് ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. മണിച്ചേട്ടൻ മോണോ ആക്ടോ മിമിക്രിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റിൽ മത്സരിക്കാൻ വന്നത്, ഞാൻ ലൈറ്റ് മ്യൂസിക്കും. അങ്ങനെയാണ് മണിച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ച് ആ ഒരു യാത്രയിലാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ്, വാൽക്കണ്ണാടി, 2002. പിന്നെ പലപ്പോഴും ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലായാലും ശരി, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചൊരു ഗാനം പാടിയിട്ടുണ്ട്, കുട്ടനാടൻ കായലിലെ. അത് ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ട് പല വേദികളിലും. അവസാനം ഞങ്ങൾ കണ്ടത് കൊച്ചിൻ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. ഞാൻ മദ്രാസിലേക്ക് പോകണു, മണിച്ചേട്ടൻ ഹൈദരാബാദിലേക്ക് പോകണു. മണിച്ചേട്ടൻ നമ്മളെ വിട്ടു പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു സിനിമയിൽ ഒരു പാട്ടിൻ്റെ സീനിൽ അഭിനയിച്ചിരുന്നു. അത് മണിച്ചേട്ടൻ കണ്ടിട്ട്, മോനെ നീ ആളെ കൊള്ളാലോ, നീ നന്നായിട്ട് അഭിനയിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അന്ന് കെട്ടിപ്പിടിച്ച് എന്നെ അനുമോദിച്ച് മണിച്ചേട്ടൻ ഹൈദരാബാദിലേക്കും ഞാൻ മദ്രാസിലേക്കും പോയി. നമ്മുടെ ഹരിക്കുട്ടനിലൂടെ വീണ്ടും നമ്മൾ മണിച്ചേട്ടനെ എപ്പോഴും ഓർക്കുകയാണ് ഇവിടെ ഈ വേദിയിൽ. താങ്ക്സ്. കലാഭവൻ മണിച്ചേട്ടനെ ഓർത്തുകൊണ്ടിട്ട് ഞാൻ ഒരു 4 പേര് കലാഭവൻ മണിച്ചേട്ടന് വേണ്ടി പാടാം. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ പാട്ട് കേട്ടു. ആ കുട്ടി പാടുന്നത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് സിന്ധു മാമിനോട് ചോദിച്ചു, ആ കുട്ടീനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാമോ ചോദിച്ച്. അപ്പോൾ ആ കൊണ്ടുവരാമല്ലോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട്, ഞാൻ വിളിക്കട്ടെ. നിരഞ്ജന എന്നാണ് വീട്, കൊല്ലത്തിൽ നിന്നാണ് വരുന്നത്. നിരഞ്ജന, അപ്പോൾ വായോ നിരഞ്ജന കുട്ടി വായോ. ടോപ്പ് സിംഗർ വേദിയിലേക്ക് സ്വാഗതം. പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടോ? കൊല്ലത്തുള്ള പരിപാടികൾക്കെല്ലാം പോകാറുണ്ട്. പിന്നെ ദേശീയ ബാലതരംഗം എന്ന് പറഞ്ഞ ഒരു പരിപാടിക്കൊക്കെ പോകാറുണ്ട്. നാടൻ പാട്ടാണോ സ്ഥിരം പാടുന്നത് അതോ? എല്ലാ പാട്ടും പാടും ഞാൻ. അപ്പൊ നമുക്ക് നിരഞ്ജന മോള് പാടുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 2 ഓഡിയൻസിന് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പാടിത്തരുമോ? പാടിത്തരാല്ലോ. ഒരു പാട്ട് അടിച്ചങ്ങോട്ട് കലക്കുക. ഓക്കെ, ഞാൻ ശ്രീഹരിയായിട്ടാണ് പാടുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. കാ
പൊളിച്ച് രണ്ടുപേരും കൂടി. അതെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിരഞ്ജനെ നമ്മൾ ഓർക്കുമ്പോ വിളിക്കാം, വരണം. വരാം സാർ. വരില്ലേ? വരും. വരില്ല നീ? വരും ഞാൻ. വിടമാട്ടേൻ. സലിം ചേട്ടൻ ചോദിക്കണ അങ്ങനെ, സലിം കുമാർ. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് സ്വപ്നമുള്ള ഒരു വനിതയാണോ? സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ പണം നിങ്ങൾക്കൊരു തടസ്സമാണോ? എങ്കിൽ വനിതകൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പ് ഒരുക്കുന്നു 90+ വിമൻ എന്റർപ്രനർ. ഇനി സംരംഭക സ്വപ്നങ്ങൾക്ക് സാമ്പത്തികം ഒരു തടസ്സമേ അല്ല. 65,000 രൂപ മുതൽ മുടക്കിൽ യാതൊരു ഡിപ്പോസിറ്റും ഇല്ലാതെ 90+ന്റെ മിനി ഡീലർ ഹബ്ബുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന എഡ്യൂടെക് ബിസിനസിന്റെ ഭാഗമാകാൻ www.mytutionapp.com എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ചെല്ലച്ചെറു കൊഞ്ചലിന്റെ വാത്സല്യ വേദിയിലേക്ക് കാസർഗോഡ് നിന്നും കൃഷ്ണജിത്ത് എത്തുന്നു. വെൽക്കം കൃഷ്ണജിത്ത് ഓൺ സ്റ്റേജ്. കൃഷ്ണു, എന്തോ കൃഷ് ഏത് പാട്ടാണ് പാടുന്നത്? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. അതൊക്കെ അങ്ങനെ ഇപ്പൊ എടുത്ത് പാടാനുള്ള പ്രായമായോ നിനക്ക്? കണ്ണു നോക്കൂ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ. അതെങ്ങനെയാടാ നീ പാടുന്നത്? പാട്ട് പാടാം. എല്ലാം അറിയാമല്ലോ ആരൊക്കെയാണ് ഇതിന്റെ സൃഷ്ടാവ്? MS ബാബുരാജൻ മാസ്റ്റർ ആ. സംഗീതം ചെയ്തു. ആ. യൂസഫ് അലി കേച്ചേരി സാർ വരികൾ എഴുതി. ആ. ദാസ് സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ. ഒരു താമര മൊട്ടായിരുന്നു നീ.
കൃഷ്ണു സാർ നല്ല സെലക്ഷൻ കേട്ടോ. ഓ മാക്സിമം പാടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ പാട്ട് എന്താണ് പറയുന്നത്, ശ്വാസം എടുക്കാൻ സ്ഥലമില്ല. മോൻ അവിടെ നിന്ന് പാടുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ശ്വാസം മുട്ടുന്നത്. കാരണം വെച്ചാൽ പല സ്ഥലങ്ങളിലും അത്രയ്ക്ക് അടുപ്പിച്ച് വെച്ചിരിക്കുക. ഈ സ്പീഡ് ഇത് തന്നെയാണോ? അല്ല സാർ, നല്ലോണം ടെമ്പോ കുറച്ചതാണത്. കുറച്ചതാണല്ലേ? ഓ, അപ്പൊ എന്താണ് വെച്ച് കീറി അങ്ങ് പോയിരിക്കുക. കാരണം നമുക്ക് ശ്വാസം എടുക്കാൻ പോലുള്ള സ്ഥലമില്ല, എന്നാൽ അതിന്റെ അറ്റത്തെല്ലാം സംഗതിയുണ്ട്. എന്ത് ചെയ്യുമല്ലേ കൃഷ്ണൻ? പക്ഷെ നീ ഒപ്പിച്ചേട്ടോ. നിനക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്ന സ്ഥലം 1-2 സ്ഥലത്ത് പോയി അല്ലേ? പക്ഷെ അത് 1-2 സ്ഥലത്ത് വൃത്തിയായിട്ട് വരികയും ചെയ്തു. ഇത് നീ ഒന്നുകൂടെ വന്ന് ഇവിടെ പാടണം. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തെളിച്ചം വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഇത് എടുത്തുകൊണ്ട് വന്ന് എവിടെങ്കിലും ചോയ്സ് ആയിട്ടോ ആരുടെങ്കിലും ചോയ്സ് ആയിട്ടോ ഒന്ന് പാടിയാൽ മതി. പിന്നെ പരിണാമചക്രം എടുക്കാൻ ഇത്തിരി വിട്ടുപോയി അല്ലേ? ആ ബീജം വന്നിട്ട് ഒരു ബാറ് കഴിഞ്ഞിട്ടാണ് പരിണാമചക്രം എടുത്തത്. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? പാവാടപ്രായത്തിൽ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു. പക്ഷേ നീയാകും ഗാനത്തെ എന്തെല്ലാം ഗാനത്തിൽ പ്രകൃതി ദേവി എന്തെല്ലാം രീതിയിലാണ് നിന്നെ കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ. കൗമാരം, യൗവനം, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് യൂസഫ് അലി കച്ചേരി സാർ, പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയായി, അതായത് പിന്നെ കല്യാണം കഴിക്കും, പിന്നെ അമ്മയാകും, പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുങ്ങളുടെ അമ്മൂമ്മയാകും. മണ്ണിതിലൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മറയില്ല പാരിൽ നിൻ പാവന സ്നേഹം. ആ സ്നേഹം നീ മണ്ണോട് ചേർന്ന് അലിഞ്ഞാലും അത് മായില്ല, മറയില്ല, അത് സ്നേഹമായിട്ട് തുടരും. നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. കൃഷ്ണജിത്ത്, തൊട്ട് മുമ്പേയുള്ള പെർഫോമൻസിൽ മോനെ ഏറ്റവും കൂടുതൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പ്ലസൻ്റ് അല്ല മോൻ പാടുന്നത് ഒരിക്കലും കാണാൻ ഞാനൊരു വിഷമം അറിയിച്ചിരുന്നു, എൻ്റെ ഒരു തൃപ്തിയില്ലായ്മ. അത് മോൻ ഈ പ്രാവശ്യം വന്നപ്പം വളരെ പ്ലസൻ്റായിട്ട് ഈ പാട്ട് ത്രൂ ഔട്ട് ആ സ്മൈൽ മോൻ്റെ മുഖത്തിൽ നിന്നും പോവാതെ ആണ് മോൻ പാടിയത്. അതിന് ഞാൻ വലിയൊരു അപ്രിസിയേഷൻ തരുന്നു. പക്ഷേ ഈ സ്മൈലിൻ്റെ ഒപ്പം തന്നെ മോൻ പാട്ടിൽ വേണ്ടുന്ന കുറേ സംഭവങ്ങൾ, സാധാരണ മോൻ്റെ പാട്ടിൽ ഒരു മിനിമം ഗ്യാരണ്ടി ആയിട്ട് കിട്ടാവുന്ന സംഭവങ്ങൾ ഈ പാട്ടിൽ എനിക്ക് കുറേ സ്ഥലത്ത് സ്ലിപ്സ് തോന്നി. എസ്പെഷ്യലി ഗമകം വരുന്ന സ്ഥലങ്ങളിൽ ഈ ടെമ്പോ കുറച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മോന് കുറച്ചും കൂടെയും ഗ്രിപ്പ് കൂടുതലാണ് കിട്ടേണ്ടത്. മോന് വേണ്ടി സുഷാദ് അങ്കിള് ടെമ്പോ കുറച്ചിട്ട് വരെ മോൻ സ്ലിപ്പായി പോയിരുന്നു. വിച്ച് മീൻസ് എനിക്ക് തോന്നുന്നു കൃഷ്ണജിത്ത് ഇപ്പം നമ്മളുടെ ഈ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ പാട്ടെടുക്കാൻ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എം ജി അങ്കിൾ പറഞ്ഞത് ഈ പാട്ട് തന്നെ മോൻ ഒന്നും കൂടി വന്ന് പിന്നെ എപ്പോഴെങ്കിലും ഒരു സെലിബ്രേഷനിലോ മറ്റും മോൻ ഇത് പാടണമെന്ന് പറയാൻ കാരണം മോനെ കൊണ്ട് പറ്റും. ജസ്റ്റ് ദാറ്റ് ഈ ഒരു സമയത്ത് ബാബുക്കയുടെ ഈ ടെമ്പോയിലുള്ള പാട്ട്, കാരണം ബാബുക്കയുടെ അറിയാലോ മൃഗ, അതൊരു ബാബുക്കയുടെ സിഗ്നേച്ചർ സാധനം ഇതിൻ്റെ അകത്ത് മോന് കൊള്ളിക്കാൻ പറ്റുന്നില്ല. അതാണ് പറ്റിയത്. അതുകൊണ്ട് നോ പ്രോബ്ലം, അപ്സെറ്റ് ഒന്നും ആവണ്ട. അറ്റ്ലീസ്റ്റ് മോൻ അത് ട്രൈ ചെയ്തു. മോൻ കുറച്ചും കൂടിയും പ്രിപ്പയർഡ് ആയിട്ട് നെക്സ്റ്റ് ടൈം, കാരണം ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ മോൻ ഇവിടെ പാടിയിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. കൃഷ്ണജിത്ത് സാർ വളരെ നന്നായിട്ട് പാടി, താങ്ക് യു നല്ല സാർ. സെലക്ഷനാണ്. അതാണ് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം. പക്ഷേ സെലക്ഷൻ നല്ലതാണെങ്കിലും മോൻ പാടിയതൊരു ശ്രമം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഈ പാട്ട് നന്നായി പാടാൻ ശ്രമിച്ചു. താമരമൊട്ടായിരുന്നു നീ, അത് വളരെ അപൂർവമായിട്ടേ അത് ശരിയായിട്ടുള്ളൂ. ഒരു തവണയും കണ്ടാണ് അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് വന്നിട്ടുള്ളൂ. എന്നാലും അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. എന്തായാലും മോനത് പാടാനുള്ള കഴിവുണ്ട്. ഇത് ശരിക്കും പാടാൻ പറ്റും മോനത്. അതുപോലെ തന്നെ പൂഞ്ചല പരുവത്തിൽ പൂവായി, ഇതാണ് മെയിനായിട്ട് ഞാൻ നോക്കിയിട്ടുള്ളത്. അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന ആ ചരണം, പരിണാമചക്രം തിരിയുമ്പോൾ നീ ഇനി പത്നിയായി, അമ്മയായി, അമ്മുമ്മയായി മാറും. ആ 2 ലൈൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അമ്മൂമ്മയിലുള്ള പോക്കില്ല. അതെ, അത് എന്ത് രസമായിട്ട് അത് പാടുന്നത്. അതെ. എന്തായാലും വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് നല്ലൊരു ശ്രമമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മോനെ, സാർ പാട്ട് എനിക്കിഷ്ടായി താങ്ക് യു കേട്ടോ. സാർ. ഇത് ഏത് പടാ? ഇത് കാർത്തിക. എന്തായാലും പാട്ട് വളരെ രസമായിട്ട് തോന്നി കേട്ടോ. ഇവർ പറഞ്ഞ ആ തെറ്റ് കുറ്റങ്ങൾ, കാരണം നീ നല്ലൊരു പാട്ടുകാരനും മിടുക്കനായിട്ട് ഇതിനേക്കാളും മുമ്പ് പാടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവർ പറയുന്നത്. വളരെ സൂക്ഷ്മതയോടുകൂടി ഇനിയും നല്ല പാട്ട് പാടണം, അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. അപ്പം മോനെ, സാർ മോന് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 8.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. കൃഷ്ണൻകുട്ടി, സാർ പ്രശ്നങ്ങളൊക്കെ അറിയാലോ ഇന്ന് സംഭവിച്ചത്. സാർ. അപ്പോൾ അതിൻ്റെ കുറച്ചൊന്ന് ഞാൻ കുറച്ചിട്ടുണ്ട്. 7.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. വീണ്ടും ഒരു 7.75. താങ്ക് യു സാർ. താങ്ക് യു. So you got 23.75 out of 30. താങ്ക് യു സാർ. അതായത് മോന് കിട്ടിയിരിക്കുന്നത്
താങ്ക് യു സാർ, താങ്ക് യു. അപ്പോ നമുക്കൊരു പരിണാമ ചക്ര പൂക്കുറ്റി വേണം. എന്ത് വേണം? എന്ത് പൂക്കുറ്റി പറഞ്ഞോ? എന്ത്? അല്ല, ഞാൻ ഇന്നലെ എൻ്റെ നാട്ടുകാരുടെ പൂക്കുറ്റി തരാൻ പറഞ്ഞില്ലേ? ആ, ഏതായിരുന്നു? ചാത്തമത്തും ശങ്കരമ്പാടിയും. ചാത്തമത്ത് ശങ്കരമ്പാടി. ആടിയൊരു ചാത്തമത്ത് ശങ്കരമ്പാടി പൂക്കുറ്റി. Congratulations, you are awarded a triple wow. 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 And wow. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമയമാണ്, വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, ടാറ്റാ. നിമക്കുട്ടി, എന്തോ ഇതെന്തോ തലയില് പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നത്? പുതിയ സ്റ്റൈലാ. ഉണ്ടെടി. എന്താ പുതിയ സ്റ്റൈൽ. പുതിയ സ്റ്റൈലോ? സാധാരണ ഈ ആഫ്രിക്കയിലാണ് ഇത് കാണാറുള്ളത്. അവരിങ്ങനെ ചുരുണ്ട മുടിയായോണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി 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 വെക്കും. ഇത് മുടിക്ക് ദോഷം ചെയ്യില്ലേ? ഇല്ല ഇല്ല, കാണാൻ രസമുണ്ട്. താങ്ക് യു സാർ. ഏത് പാട്ടാ? പൂപ്പൂ ഉദാപ്പു. പൂപ്പൂ ഊതാപ്പൂ. അതാണോ? ഏ സിനിമ? പപ്പു. മ്യൂസിക്? KJ ജോയ് സാർ. ഓ, KJ ജോയ്. ജോയ് ഏട്ടൻ. ലിറിക്സ്? ബിച്ചു തിരുമല സാർ. ബിച്ചു. എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
നിമക്കുട്ടി എന്തോ ഒന്ന് ഇളക്കി മറിച്ച്. താങ്ക് യു സർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സർ. കാരണം ഈ ഒരു ഫാസ്റ്റ് നമ്പർ വരുമ്പോൾ അത്രയും ഫാസ്റ്റും അല്ല അത്ര സ്ലോ അല്ല, ഒരു മെലഡി ഉണ്ട്. അതാണ് KJ ജോയ്. ജോയ് ചേട്ടനൊരു ആക്ച്വലി ഇതാണ് പിയാനോ ആണ് മെയിൻ, പക്ഷെ അക്കോർഡിയൻ ഉണ്ടല്ലോ, അക്കോർഡിയൻ വായിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കമ്പോസിങ് രംഗത്തും ഒരുപാട് പാട്ടുകൾക്കും അദ്ദേഹം വായിച്ചു വന്നത്. പിന്നെയാണ് ഈ കമ്പോസിങ്ങും സിനിമയും ഒക്കെ ആയിട്ട് മാറിയത്. ഉദ്ദേശം ഒരു 100-ൽ പരം കീബോർഡുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അന്ന്. ഞാൻ പോയിട്ടുണ്ട് വീട്ടിൽ. അതെല്ലാം വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. ഓരോ ഓർക്കസ്ട്രയ്ക്കും അതുപോലെ ഓരോ സ്റ്റുഡിയോയിലും ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കും. അദ്ദേഹത്തിനായിരുന്നു അന്ന് മദ്രാസിൽ ആകപ്പാടെ ഉള്ളൊരു ബെൻസ്, ഒരു വൈറ്റ് ബെൻസ് കാർ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് സിനിമയിൽ കാണുന്ന ഒത്തിരി ആൾക്കാർ ബെൻസ് കാർ വാങ്ങിച്ചു. കാരണം നല്ല ഓളമുള്ളൊരു പാട്ട്. ആ തബല ഡോലിയൊക്കെ വന്നപ്പോൾ എന്താ ഒരു ഗിറ്റാക്ക് ഗിറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അടിച്ച് പൊളിച്ചു. അതുപോലെ തന്നെ പെട്ടെന്ന് ആ സെക്കൻഡ് BGM-ൻ്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടല്ലോ, ഓ ആ പാട്ട് എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് എവിടോ പോയി. അതൊക്കെ വളരെ നന്നായിരുന്നു. വളരെ ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് പാടി. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പൂരം കൊണ്ടാടും അവിടെ ആദ്യം പാടുമ്പോൾ ശ്രുതി പോകുന്നു, രണ്ടാമത് പാടുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഒരു ചെറിയ പാടി വരുന്ന ആവേശത്തിൻ്റെ മേളിൽ പോകുന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഞാൻ പാടിക്കുന്നില്ല, അത് പാടിച്ചാൽ കറക്റ്റായിട്ട് പാടും. അതുകൊണ്ട് എന്തിനാ വെറുതെ പാടിക്കുന്നത്? നന്നായിട്ട് പാടും. വളരെ ഇഷ്ടപ്പെട്ടു. ഡാൻസേഴ്സ് നന്നായിരുന്നു, എല്ലാം മീനൂട്ടി കഴിച്ച് ബാക്കിയെല്ലാം നന്നായിരുന്നു. അയ്യോ അല്ല, ഇന്ന് മീനുട്ടിയുടെ തലയിൽ എന്തോ വെളുത്തുള്ളിയോ പഞ്ഞിയോ വെളുത്തുള്ളി പഞ്ഞൊന്നുമില്ലേ? ഈ നല്ല ഞങ്ങളല്ലേ പറഞ്ഞേ. അല്ല, ഇത്രയും മുടി എങ്ങനെ ഒരു ദിവസം കൊണ്ട് വരുന്നത്? അല്ല, ഇത് മുടി വന്നേയല്ല, വെച്ചിട്ടില്ലേ? ഇല്ല, ഉള്ള മുടി അകത്തോട്ട് വെച്ചതാ. ഉള്ള മുടി അകത്ത് വെക്കുമ്പോ ഇത്രയാവൂ? എന്നുവെച്ചാ ഇവിടെ അവിടെ ഇങ്ങനെ ആക്കിയിട്ട് വെക്കുമ്പോ അങ്ങനെ ചകിരി പോലെ ഇങ്ങനെ വരും. എനിക്ക് വിശ്വാസമില്ല. ഞാൻ പിടിച്ച് വലിച്ചു നോക്കട്ടെ. വലിച്ചു നോക്കിക്കോ, ഞാൻ അയക്കുമ്പോ വിളിക്കാം. ശരി, വിളിക്കണേ, മറന്നു പോകരുത്. ഓൾ ദി ബെസ്റ്റ്. ഇല്ല മീനൂട്ടി നല്ല സുന്ദരി കുട്ടി, നല്ല രസം. പക്ഷെ കണ്ണിന്ന് എഴുതിയില്ലെന്ന് തോന്നില്ലേ? കണ്ണിന്റെ താഴെ എഴുതിയില്ല, മേളി മാത്രമേ. ഓ, താഴെ എഴുതാതാവുമ്പോ വേറെ ലുക്ക്, മുകളിലും താഴെ എഴുതാതാവുമ്പോ വേറെ ലുക്ക്, മുകളിലും താഴെയും എഴുതിയാൽ വേറെ കാലത്ത് എണ്ണീക്കുമ്പോ എന്റെ ഡിഫറെന്റ് ലുക്കാണ്. ഒറിജിനൽ ലുക്ക്. ഉറങ്ങി എഴുന്നേക്കുമ്പോ വേറൊരു അപ്പൊ നമ്മള് ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ നമ്മൾ നിമയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. നിമക്കുട്ടി, മോള് കൊണ്ടുവന്ന പാട്ട് KJ ജോയ് സാറിന്റെ പാട്ട്. ഈ KJ ജോയ് സാറിനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ബഹുമാനിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇദ്ദേഹം ഉഗ്രൻ കീബോർഡ് പ്ലെയർ ആണ്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിൽ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ കളക്ടർ കീബോർഡ്സിൻ്റെ. ഇപ്പോൾ MG അങ്കിൾ പറഞ്ഞില്ലേ, ഏത് പുതിയ കീബോർഡ് ഇറങ്ങിയാലും അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം ആ കീബോർഡ് ഉണ്ടാവുക. ഇത് കാലം എന്ന് പറയുന്നത് കീബോർഡ് എന്താണെന്ന് കൂടെ ആൾക്കാർ അറിയാത്ത കാലത്ത് കളക്ട് ചെയ്ത ഒരു കീബോർഡ് പ്ലെയർ മ്യൂസിക് ഡയറക്ടറിൻ്റെ കാര്യമാണ്. അന്നൊന്നും കീബോർഡ്സ് ഒന്നുമില്ല. അന്നൊക്കെ കൂടുതലും ഹാർമോണിയം കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കീബോർഡ്സ് ആദ്യമായിട്ട് സിനിമയിൽ ഇറക്കുന്ന കുറച്ച് വ്യക്തികളിൽ ഒന്ന്. അപ്പോൾ ഇദ്ദേഹം ഇത്രയും കളക്ടറും കീബോർഡിൻ്റെ കളക്ഷനുള്ള ആളാണെങ്കിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ പാട്ടിൽ തബല ഡോലൊക്കെ ആയിരിക്കും നല്ല പവറിൽ കിടക്കുന്നത്. അപ്പം ശരിക്കും ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു കമ്പോസറായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഇൻസ്ട്രുമെൻറ്റിനോട് ഒരു ചായവില്ലാതെ പാട്ടിന് വേണ്ടി കമ്പോസ് ചെയ്യുക. പിന്നെ മോള് പാടിയപ്പോൾ എനിക്ക് ഫസ്റ്റ് എടുത്ത് കേട്ടത് മോളുടെ ശബ്ദം കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ചെറിയൊരു ചേഞ്ച് ഇത്രയും നാൾ കേട്ടതിൽ നിന്നും ചേഞ്ച് ഫോർ ദ ബെറ്റർ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൊരു മറ്റേ എന്താ സംഭവമല്ല, ഇപ്പം അതിൽ നിന്നും ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു വോയിസിൽ ഈ പാട്ടിൽ ചില ഭാഗങ്ങൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം എന്തായാലും നല്ലത്. മോളിന്ന് പാടിയതും അങ്കിളിന് ഒന്നും തന്നെ അതിലൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇതിങ്ങനെ കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ ഈ പാട്ട് കുറച്ചുകൂടി അങ്ങനെ പറയാനൊന്നും തന്നെ തോന്നിയില്ല. അപ്പം എനിക്ക് തോന്നിയത് മാത്രമാണോ ഇനി ഞാൻ കണ്ടുപിടിക്കാതെ പോയത് വല്ലതുമാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ മധുക്കളെടുത്ത് ചോദിച്ചു, മധു എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞു ഒന്നും പറയാനില്ല, എല്ലാം ഉഗ്രൻ. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി കറക്റ്റാ, ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാ ജഡ്ജസിനും ഒരുമിച്ച് തോന്നുമ്പോഴാണ് മോളുടെ ഒരു വിജയം ഇരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്, സൂപ്പർ. നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ദീപു പറഞ്ഞില്ലേ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള ശ്രുതി വേരിയേഷൻ അത് ഇപ്പോൾ ശ്രീകുട്ടനങ്ങൾ സൂചിപ്പിച്ചു. അസലായിട്ട് പാടി കേട്ടോ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്.
താങ്ക് യു സർ. ഓക്കെ, ഇതുപോലെ തന്നെ പോട്ടെ. വീണ്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റോട് കൂടി വോയിസ് ഒക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ദീപങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു ഓൾ സർ. ദ ബെസ്റ്റ്. താങ്ക് യു സർ. നീമ, എന്തോ പാട്ട് വളരെ രസമായി. പക്ഷെ ആ പടം ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. പപ്പു അല്ലേ? അപ്പോ ഞാൻ പടം കണ്ടിട്ടില്ല. പക്ഷെ പാട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് കുട്ടി ആ പാട്ട് പാടി. വന്ന് നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരെയും അങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് ചാടിച്ചു എന്നുള്ളതാണ് മോളുടെ പാട്ട്. അപ്പം ഇത് നമ്മൾ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ആളുകൾ അവർ മുന്നിൽ കേൾക്കുമ്പോൾ അവർക്കും അതുപോലെ തന്നെയുള്ള ഉണർവും ഉന്മേഷവും ഉണ്ടാവും. നീ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. നിമക്കുട്ടിക്ക് ഇന്ന് അങ്കിള് തരുന്ന മാർക്ക് 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. നിമ, എന്തോ മോൾക്ക് ഞാൻ തരുന്നത് 9.75. താങ്ക് യു സർ. നിമക്കുട്ടിക്ക് മധുവെങ്കിലും തരുന്നു 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു. So you got 29.25 out of 30. താങ്ക് യു സർ. അതാണോ മോൾക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ്? കൺഗ്രാറ്റുലേഷൻസ്. മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഗോൾഡൻ താങ്ക് യു സർ. എന്ത് പൂക്കുറ്റി വേണം? എന്തായാലും കുഴപ്പമില്ല. എന്ത് പറ. ഇളവള്ളി പൂക്കുറ്റി. ഉഗ്രം പൂക്കുറ്റിയാണ് മോളെ. ഇളവള്ളി പൂക്കുറ്റി. അടിയൊരു ഇളവള്ളി പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമയമാണ്, വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കുന്നിമണി ചിരിക്കൂട്ടിലെ സ്നേഹഗായകൻ, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായകൻ, ചെന്നൈയിൽ നിന്നും നമ്മുടെ സ്വന്തം ഋത്തിക്. വെൽക്കം ഋത്തിക് ഓൺ സ്റ്റേജ്. എന്താ നീ അവിടെ വരെ വന്നിട്ട് ഡൗട്ട്? ആ, നല്ലതാ. അല്ലേ, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നിന്റെ നടപ്പിന്റെ സ്റ്റൈലും മാറ്റിയോ? ഇല്ല. നീ ഞാനെന്ന് പറഞ്ഞു വരുന്നു. അവിടെ നിന്ന് നടന്നു ഒന്ന് പോയിട്ട് വന്നേ. നോക്കാം. ഞാന് ഒരാട്ടം അല്ല, അതൊരു സ്റ്റൈല്. സ്റ്റൈല് മാറ്റാൻ വേണ്ടി നടന്നതാ അങ്ങനെ. അതൊരു പുതിയ ഹൃത്തിക് സ്റ്റൈൽ. അതെ, ഇങ്ങനെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സർ. എങ്ങനെയുണ്ട് ഇപ്പൊ പൊതുവെയുള്ള പാട്ട് പഠിത്തവും പോക്കും? ആ, നല്ല പോന്നു. പുതിയ ഹൃത്തിക്കിന്റെ ഒരു പുതിയൊരു സ്റ്റൈല് വന്നിട്ടില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട്? വന്നോ? ഉണ്ടോ? ഉണ്ട്. ആ, ഉണ്ട്. അതിനെ കുറച്ചുകൂടി ആക്റ്റീവായി. അതെ. അത് വേറൊന്നുമല്ല, എല്ലാരും പറഞ്ഞില്ലേ വൃത്തിക്ക് പാവമാണ്, നല്ല പയ്യനാണെന്ന്. അതോടുകൂടി പുള്ളിക്ക് സ്വന്തമായിട്ട് തോന്നി അങ്ങനെ വേണം. ഞാൻ പാവമാണെന്ന്. അങ്ങനെ തന്നെ പാവാക്കണം. ഏത് പാട്ടാ മോനെ? പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് അല്ലേ? പ്രേമമെന്ന് ആരോ വിളിച്ചു. മണ്ണിൽ വീണുടഞ്ഞ തേങ്കുടത്തെ തേൻകുടത്തെ കണ്ണുനീരെന്ന് വിളിച്ചു. നടത്തത്തിന്റെ പുറകിലുള്ള ഒരു പ്രേമം നീ അറിഞ്ഞെടുത്തതാണ് പ്രേമത്തിന്. നീ നല്ല പ്രേമ സങ്കല്പത്തോടുകൂടി ആരെ ഓർത്ത്? എന്നെ തന്നെ വെക്കാം. നിന്നെയോ? അതെ, സെൽഫ്. അതായത് നിന്നെ ആലോചിച്ച് നീ തന്നെ പാടുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത് സ്വന്തമായിട്ട് പ്രേമിക്കുക അല്ലേ? അതാ അങ്ങനെയാ വേണ്ടത് ശരിക്കും. ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. അതെ, മധു അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ് എല്ലാവരും വേണ്ടത്. ശരി, മധു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ. എന്നാലേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ഞാൻ കൊണ്ടുപോട്ടെ? ഇനി മദ്രാസിൽ പോണോ? താങ്ക് യു സർ. വെരി ഗുഡ്. നിന്നെന്തിനാ വിറയ്ക്കുന്നേ? അല്ല, ഇത് പേടിച്ചു പോയി. പേടിക്കണ്ട, പോട്ടെ കേട്ടോ. താഴെ പോകുമെന്ന് ഇല്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തൊന്ന് വിചാരിച്ചു. പേടിക്കണ്ട. അവനെ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് പെട്ടെന്ന് ഇയാൾക്ക് തോന്നുകയാണ് അങ്ങോട്ട് എറിയാൻ തോന്നി കഴിഞ്ഞാൽ കുഴപ്പമില്ലേ. സ്നേഹം കൊണ്ട് പോകുന്നവര് പോയി എടുത്ത് കറക്കി ഞാൻ വിചാരിച്ചേ പ്രത്യേകിച്ച് ഈ മോഹനം പാടുമ്പോ അല്ലാതെ അതിനൊരു സന്തോഷം ഉണ്ടാവും മനസ്സിൽ. ഇനി ഇത്രയും നന്നായി പാടിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുത്തോണ്ട് പോയാലോ എന്ന്. ബെസ്റ്റ്. ഋതികേ, എന്താണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? ഫീലിന്റെ രാജാവ് അതാണ് ഞാനിവിടെ എഴുതി വെച്ചത്. ഫീൽ കിങ്. ഒന്നും പറയാ, താങ്ക് യു സർ. ഒരു വല്ലാത്ത പാട്ട് കേട്ടോ ഇത്. താങ്ക് യു. എവിടേക്കോ കൊണ്ടുപോയി ഞങ്ങളെ. മോന്റെ പാട്ട് തുടക്കം തൊട്ടേ വരുമ്പോ തന്നെ മോൻ ഫസ്റ്റ് ഈ സ്റ്റേജിൽ ഫസ്റ്റ് കാല് വെച്ച് എന്ന് മോൻ പാട്ട് തുടങ്ങിയോ അന്ന് തൊട്ടേ മോൻ നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. ആ സ്ഥാനം എപ്പോഴും ഉണ്ട്. പക്ഷെ അതിൽ നിന്നും കുറച്ച് മുകളിൽ ഇടയ്ക്ക് വളരെ റെയറായിട്ടൊരു പൊടിക്ക് താഴെ പോയാലേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ആ സ്ഥാനത്തിൽ നിന്നും ഒരു വളരെ സ്ലോ ആണെങ്കിലും ചെറിയ ചെറിയ സർപ്രൈസസ് ആയിട്ട് മോൻ കയറി പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ മോൻ ചില സമയത്ത് പ്രതീക്ഷിക്കാതെ കൺസിസ്റ്റൻസി പോയത് മാതിരി തോന്നിയപ്പോൾ ഒരു ടെൻഷനുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ പാട്ട് പാടിയപ്പോഴാണ് മോൻ ആ പാട്ട് പാടുന്നതിൽ എന്ന് പറയുന്നത് ജസ്റ്റ് കുറേ സംഗതികളോ അല്ല അതിൻ്റെ ഒരു പാട്ടിൻ്റെ സെലക്ഷനിലോ അല്ല. ഏത് പാട്ടാണെങ്കിലും അതിൻ്റെ അകത്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒളിച്ചിരിക്കുന്ന ഒരു ടച്ച്, ഒരു ഫീല്, അത് മോൻ തിരിച്ചറിഞ്ഞ് ഏത് പാട്ട് പാടുമ്പോഴും മോൻ്റെ ശബ്ദത്തിലൂടെ വരുമ്പം ആ ഫീലാണ് നമുക്ക് കയറി ഇവിടെ കൊള്ളുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു മോൻ പാടിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഫീലാണ് ഇത് കൊടുത്തത്. താങ്ക് യു സർ. സംശയമില്ല. താങ്ക് യു സർ. ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്കിൾ മോൻ്റെ കാര്യത്തിൽ വളരെ വളരെ എക്സൈറ്റഡുമാണ് ഇനി എന്ത് കാണുന്നുള്ളത്. കാരണം പെർഫോമൻസിൽ മോൻ നന്നായിട്ട് പലപ്പോഴും പെർഫോം ചെയ്തു. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സംഭവങ്ങൾ കാണാനായിട്ട് ഇങ്ങനെ ക്യൂറിയസ് ആയിട്ടിരിക്കുന്നു കേട്ടോ. വെരി നൈസ്. താങ്ക് യു സർ. ഇതാരാ സെലക്ട് ചെയ്ത ഈ പാട്ട്? ഇത് എൻ്റെ അമ്മൂമ്മ, ലീലാമ്മൂമ്മ. ലീലാമ്മൂമ്മയ്ക്ക് ഒരു വലിയ കൈയടി. കാരണം വൺ ഓഫ് ദ ഫെന്റാസ്റ്റിക് സോങ്സ് ഓഫ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. രവിചേട്ടൻ നിങ്ങൾ വിളിക്കും. എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഓൾമോസ്റ്റ് 99% സംശയങ്ങളും ഞാൻ ചോദിക്കുന്നത് രവിചേട്ടനെ വിളിച്ച് ചോദിക്കും. കാരണം എനിക്ക് എന്തെങ്കിലും സംശയം തോന്നി അപ്പോൾ വിളിക്കും. അപ്പം തന്നെ ഫോൺ എടുക്കും, അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി തരും. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോസിങ് ബ്രില്യൻസ് എവിടെ വന്നിരിക്കുന്നത് അറിയോ? രവിചേട്ടൻ്റെ മോൻ്റെ കാര്യം പറയാം. ആ മുറിവേറ്റ് കേഴുന്ന അത് വന്നിട്ട് തങ്കത്തിൽ വന്നിട്ട് മുറിവേറ്റ് കേഴുന്നില്ലേ, അവിടം തൊട്ടാണ് ആ മോഹനം 4 വരിയേ ഉള്ളൂ. എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നൊന്ന് കേട്ടു. തങ്കത്തിൻ നിറമുള്ള മായാമരീചി സങ്കൽപ്പമെന്നോ വിളിച്ചു. നെക്സ്റ്റ് ലൈൻ. മുറിവേറ്റു കേഴുന്ന പാഴ്മുളം തണ്ടിനെ മുരളികയെന്നും വിളിച്ചു. മുരളികയെന്നും വിളിച്ചു. ദസ സതപകരിസ അത് കംപ്ലീറ്റ് അതിനകത്ത് വന്നില്ല. ഒരൊറ്റ അടിക്ക് താഴെ ഇറക്കി. അത് രാജാ സാറിന്റെ ചില പാട്ടുകളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാക്സിമം ഇതിൽ പോയിട്ട് എങ്ങോട്ട് പോകും എന്നാലോചിക്കും വളരെ ബ്രില്യൻ്റ് ആയിട്ട് താഴോട്ട് ഇറക്കി വെക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ മറക്കുവാൻ അതും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്പോസിഷനാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. എന്തായാലും രവിചേട്ടൻ ഒരു വലിയ ഹായ്. ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ടോപ്പ് സിംഗർ കുടുംബത്തിന്റെ ഒരു വലിയ ഹായ്. ഈ പാട്ട് എടുത്തതിന് വീണ്ടും ആ അമ്മൂമ്മയ്ക്ക് ഒരു കൈയടിയും കൂടെ. കാരണം മനസ്സിൽ നിന്ന് മധു പറഞ്ഞില്ലേ, മധു എണ്ണീറ്റെന്ന് പറഞ്ഞില്ലേ, ഒന്നാമത് മോഹന രാഗം, പിന്നെ അത് ഗംഭീരമായിട്ട് മോൻ പാടുമ്പോൾ നമ്മൾ അറിയാതെ എണ്ണീറ്റ് പോകും. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. കമ്പോസിംഗ് വൈസ് എഴുത്ത് യൂസഫ് അലി കാച്ചേരി, പാടിയത് ഇപ്പൊ പാടിയത് എല്ലാം നന്നായി. എന്തായാലും സ്വന്തമായിട്ട് വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എത്ര മനോഹരമായിട്ട് പാടിയില്ലേ. ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. വളരെ മനോഹരമായിട്ട് മോൻ പാടി. മോൻ്റെ ഫ്യൂച്ചർ ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, എനിക്കിപ്പോൾ മോൻ പാടിയപ്പോൾ എനിക്ക് പാടാൻ തോന്നുന്നത് രവീന്ദ്ര മാഷ് ചെയ്തൊരു മോഹനത്തിലുള്ള പാട്ടാണ്. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പഠിച്ച് പാടിക്കോ, നല്ലത്. ഓക്കെ ഓക്കെ മോനെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മീനുട്ടി, ഇന്നസെന്റ് ഏട്ടൻ പറയുന്നതിന് മുമ്പ്, ഈ കമന്റ് പറയുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്.
ഈ മിഥുനം എന്നുള്ള സിനിമയില് അളിയൻ അത് ഒരുപാട് ട്രോള് കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നസെന്റ് ചേട്ടന്റെ ജീവിതത്തിലും ഇതുപോലെ വല്ല അളിയന്മാര് ആ സൈസ് അളിയന്മാരുണ്ടോ? എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരിയോ എൻ്റെ സഹോദരന്മാരെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയും. അളിയൻ എന്ന് പറഞ്ഞാൽ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ്. അവരെൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണത് കാണുന്നതാണോ നിങ്ങളുടെ താല്പര്യം? ചോദിച്ച ചോദ്യത്തിന് അങ്ങനെയുള്ള പല ആളുകളെയും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയത് കൊണ്ടാണ് നമുക്ക് ആ റോള് ചെയ്ത് ആ പടത്തിൽ കാണുമ്പോഴും ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു. ഒരാൾ കഷ്ടപ്പെട്ട് ഒരു പ്രസ്സോ സോപ്പോ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ അയാളുടെ അളിയൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങള് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളാണ്. അയാൾ ആ കൈ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ കേറിയിട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിൽപ്പതാണ്, എപ്പോഴാ അടിക്കണ്ടേ എന്ന് നോക്കിയിട്ടുള്ളൊരു നിൽപ്പാണ്. ആ പ്രിയൻ എൻ്റെ അടുക്ക് പറഞ്ഞു, ഞാൻ പ്രിയന്റെ അടുക്ക് പറഞ്ഞു എനിക്ക് എന്ത് റോളാ. പ്രിയൻ പറഞ്ഞു പണം കഴിയുമ്പോൾ താൻ മനസ്സിലാക്കിക്കോളൂ ആ റോൾ എന്താന്നുള്ളത്. അത് ആ റോൾ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കല്യാണ വീടുകളിൽ കാണാം, അല്ലാതെ മരിച്ച വീടുകളിൽ കാണാം. മാത്രമല്ല ഇയാൾക്ക് വെള്ളടിക്കണം എന്നുള്ള ചിന്തയുള്ളൂ. ഇത്രയും വലിയ പ്രശ്നമായിട്ട് ഊട്ടിക്ക് പോകുമ്പോൾ ഒരു മുറി കിട്ടാൻ വരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പോൾ ഓരോ കൂടെയുള്ള ആൾക്കാർ ലാലൊക്കെ വന്നിട്ട് ഇങ്ങനെ റൂമിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഇയാളോട് ചോദിക്കുകയാണ് സോഡ എവിടെയാ കിട്ടാന്ന്. ഇത് നമ്മൾ നമ്മുടെ കൂട്ടുകാരായിട്ടും വീട്ടുകാരായിട്ട് പോകുമ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് അത് ഇതിനകത്തില്ല, ഇതിനകത്ത് ഈ സംഭവത്തിനകത്ത് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള അളിയന്മാരൊക്കെ ഉണ്ടാവും നമുക്ക്. നമ്മൾ എന്ത് ചെയ്യാൻ ഒരാവശ്യമില്ലാണ്ട് വന്ന് കയറും ചില സമയങ്ങളിൽ വീടുകളിലായാലും അവിടെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തായാലും ഈ കാര്യത്തിലേക്ക് വരാം. ഈ പാട്ടിന്റെ വരികൾ നമ്മൾ ഇതിനകത്ത് ആള് ചത്തതും മറ്റതും ഒന്നും പറയണില്ല, മനസ്സിലായില്ലേ? നിസ്സാരമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ തങ്കത്തിൻ നിറമുള്ള അല്ലേ മായാമരിജിയെ സങ്കല്പം എന്ന് വിളിച്ചു, മുറിവേറ്റ് കേഴുന്ന പാഴ്മുളം തണ്ടിനെ മുരളിക എന്ന് വിളിച്ചു, ഒരു ഓടക്കുഴലിനോട് വരെ നമുക്ക് സ്നേഹം തോന്നാം, അയ്യോ പാവം എന്ന് തോന്നുന്ന രീതിയിലാണ് ഇതെഴുതിയ യൂസഫ് അലി കൈച്ചേരി എഴുതിയിരിക്കുന്നത്. വളരെ രസമായി ആ ദുഃഖത്തിന്റെ ആ സുഖം ഇയാള് പാടി പ്രത്യേക അല്ലേ? തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് പാടി. ഇവരൊക്കെ പാട്ട് കഴിയുന്നതിന് മുമ്പ് എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെടാണ്ട് പോവാണെന്ന്. അവർക്ക് ഇങ്ങനെ ഭ്രാന്തായി, ഒരു ഹരമായി. അതുകൊണ്ടാണ് അവർ ചാടി എഴുന്നേറ്റത്. അപ്പൊ എന്തായാലും നീ മദ്രാസിലാണ് അല്ലേ? ഓക്കെ, മദ്രാസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പഠിക്കാനും പാടാനും തോന്നിയത് വലിയൊരു കാര്യമാണ്. അത്ര എനിക്ക് പറയാം. ഓക്കെ, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോ മോനെ ഹൃതിക്, മോന് തരുന്ന മാർക്ക് 10 out of 10. സംശയമില്ല, ഞാനും 10 തന്നെ. വീണ്ടും 10 out of 10. Thank you, sir. Congratulations, you got the full marks, 30 out of 30. Thank you, sir. 30 out of 30 എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗർ സ്റ്റേജിൽ കിട്ടാവുന്നതിന്റെ പരമാവധി മാർക്സ് ആണ് ഹൃതിക്കിന് നേടിയെടുത്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, യു ഗോട്ട് എ ഗോൾഡൻ ക്രൗൺ. Thank you, sir. ആടിയൊരു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥേട്ടൻ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. Thank you, sir. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമയമാണ്, വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. എടാ, ഓൾ ദി ബെസ്റ്റ്. Thank you. Bye. കുറുമ്പും ചിരിയും പകർന്ന സ്വരക്കോട്ടിലെ കുഞ്ഞിക്കിളി, നമ്മുടെ സ്വന്തം ഫോട്ടോജിക്കാരി മിയക്കുട്ടി. വെൽക്കം മിയക്കുട്ടി ഓൺ സ്റ്റേജ്.
ഇത് മിയക്കുട്ടിയല്ല, ബ്രൗൺ കുട്ടി. ബ്രൗണും അല്ലത് Wine red. വൈൻ റെഡ്. എന്താ സൗന്ദര്യം. അയ്യോ സുന്ദരി. എനിക്ക് വയ്യ. ഓൾറെഡി ഗോൾഡൻ ക്രൗൺ വെച്ചിട്ടാണല്ലോ വന്നേക്കണേ. നിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു അറിഞ്ഞോ? ഫ്രണ്ട് ഇന്നലെ വന്നിട്ടുണ്ട്. ആ ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. എനിക്കറിയാം. അറിയാം. ഏത് പാട്ടാ മോളെ പാടുന്നത്? ആന കൊടുത്താലും കിളിയ. ആ പാട്ടാണോ? വലിയ പാട്ടല്ലേ അത്? അത് ത്യാഗരാജ ഭാഗവതരെ കേട്ടിട്ട് ഞെട്ടിപ്പോയ പാട്ടാ. അറിയോ? അദ്ദേഹമാണ് ഏറ്റവും വലിയ പ്രശസ്തനായിട്ടുള്ള കർണാട്ടിക് ഇതിന്റെ കീർത്തനങ്ങളൊക്കെ രചിച്ച ആള്. അപ്പൊ ഇപ്പൊ അദ്ദേഹം അറിയും, ഇപ്പൊ ഇതിനകത്തൂടെ കാണും മിയ ഇത് പാടുന്നത്. ഭാഗവതരെ വിളിക്കട്ടെ? ഭാഗമകതര. ഭാഗമനിതരെ അല്ലേ? ഭാഗവതരെ. ഭാഗവരതരെ. ഭാഗമരുതര. ത്യാഗരാജ ഭാഗവരതരല്ലേ? ഈ പാട്ടോടുകൂടി അവിടെ നമ്മളെ തകർത്ത് മറിക്കും. തുടങ്ങാം. പാട്ട് പാടുന്നില്ലേ? നീ ഇതാ പാടാൻ പോണു. ആന കൊടുത്താലും കിളിയേ. ആശ All the best. താങ്ക് യു. ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയേ
മിയക്കുട്ടി എന്താ? അടിച്ച് പൊളിച്ച്. താങ്ക് യു. ഇത്രയും അക്ഷരങ്ങൾ എങ്ങനെ ഈ കൊച്ചു തലയിൽ നിന്ന്? എനിക്കറിഞ്ഞൂടാ. കാരണം ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കുക, അത് തൊട്ട് എന്തെല്ലാം ചേഞ്ച് ഓവേഴ്സ് ആണ്. പിന്നെ എന്തിനാണ് ഈ കോപം? പിടിവാശിക്കാരനായ ഒരിക്കൽ മനസ്സിന്റെ, പിന്നെ രാമ ഹരേ രാമ രാമ എന്ന് അടുത്തത്. എല്ലാം കൂടെ ഒരു കൊച്ചു കുഞ്ഞിന് താങ്ങാനാവുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലും കൂടുതൽ ഇങ്ങനെ പ്രഷർ കൊടുത്തെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും മിന്നൂട്ടി? എന്ത് ചെയ്യാൻ പറ്റും? ഓ ഗംഭീരം. ഞാൻ തലവലിക്ക് എന്റെ മുടിയെല്ലാം താഴെ പോയി. ഇതാര് പാടിയെന്നറിയോ? അയ്യോ അറിഞ്ഞൂടാ. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടറും അഭിനേതാവുമായിട്ടുള്ള ബാലചന്ദ്രൻ മേനോൻ. ബാലചന്ദ്രൻ മേനോനം. മേനോന്റെ മക്കളെ. മേനോനം. മേനോൻ. ബാലചന്ദ്രൻ മേനോൻ. ബാലചന്ദ്രൻ മേനോൻ. ബാലചന്ദ്രൻ മേനോൻ. മേനോനൻ. ബാലചന്ദ്രൻ മേനോൻ. അങ്ങനെ ആ മേനോൻ ചേട്ടനും ശ്രീവിദ്യാമ്മയും കൂടെ പാടിയ പാട്ടാണ്. ശ്രീവിദ്യാമ്മ അഭിനയിക്കുന്ന ഒരു വലിയ അഭിനേത്രിയായിരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിദ്യാമ്മയുടെ ആത്മാവിനൊരു പ്രണാമം. അസലായിട്ട് പാടും. അസലായിട്ട് പാടുമെന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് പാടും. അത് മോൾ ഇന്നിവിടെ കലക്കി മാറിച്ച്. എന്തായിരുന്നു ഇത്രയും ഓർമ്മശക്തി ഈ കൊച്ചിലെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ? അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി മോളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മിയക്കുട്ടി, ഓ എന്താണ് കേട്ടത് ഇപ്പം? ഇത്രയും ലിറിക്സും രണ്ടുപേര്, ഒരു മെയിലും ഒരു ഫീമെയിലും പാടിയ പാട്ടാ ഒറിജിനൽ അല്ലേ? അത് മിയക്കുട്ടി ഒറ്റയ്ക്ക് പാടി. അത് പാടുന്ന സമയത്ത് ഇതിൽ മെയിൽ പാടുമ്പോൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ വേറെയാണ്, ഫീമെയിൽ പാടുമ്പോൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ വേറെയാണ്. സാധാരണ മോള് വളരെ ലൗഡായിട്ടാണ് പാട്ട് ഫുള്ള് പാടുന്നത്. ഇന്ന് മോൾ ആ സ്ഥലം വന്നപ്പം വളരെ സോഫ്റ്റായിട്ടൊക്കെ പാടിയപ്പം ഊക്കരനായിരുന്നു, ഒന്നും പറയാനില്ല കേട്ടോ. ഇത്രയും BGM വരുമ്പം അതൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇവിടെ മ്യൂസിക്കാണ്, ഇവിടെ പാട്ടാണ്, അത്രയും ഓർത്ത് മ്യൂസിക് വരെ ഫുള്ള് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന് മോൾക്ക് വീണ്ടും വലിയൊരു കയ്യടി. ഓവറോൾ എപ്പോഴത്തെയും പോലെ തന്നെ മിയക്കുട്ടി നല്ല സൂപ്പറായിട്ടാണ് ഇന്ന് പാടിയത്. ഓക്കെ, സൂപ്പർ. കാലക്കിയല്ലോ ഒന്ന്. ചില സ്ഥലത്തൊക്കെ ആ പ്ലേസ്മെന്റ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ബാലേന്ദ്ര മേനോൻ ചേട്ടൻ പാടിയേക്കണ ഇതൊക്കെ ചിലപ്പോൾ അഡ്വാൻസ് ഇങ്ങനെ ഒരു താളത്തിൽ നിന്നൊക്കെ മാറിയിട്ടൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട്. എവിടെയായിരുന്നു അത്? അത് അങ്ങനെയൊക്കെ പാടിയില്ലേ? അതിനൊക്കെ കുറച്ച് ബുദ്ധി വേണം അങ്ങനെയൊക്കെ പാടണമെങ്കിൽ. എന്ത് വേണം? അപ്പൊ നല്ല ബുദ്ധി ഉണ്ടപ്പോ. മേനോൻ ചേട്ടനും വിദ്യാമ്മയും വളരെ മനോഹരമായിട്ട് പാടിയ പാട്ടാണ് മോളിന്ന് ഇവിടെ പാടിയത്. അത് വളരെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മോളെ ഇതിനിടയില് ഇന്നസെന്റ് അങ്കിൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടായിരുന്നു, ഇങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട്. അത് ഞാൻ ആ പാട്ടിന്റെ പാടിക്കൊണ്ട് ഇരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇയാള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു സാധനം ഇവിടെ വീണു. ശരി, അവന് ഞാൻ ഇവിടെ തപ്പി ഇവിടെ വന്ന് ഇരുന്നു, സെറ്റിലായി. എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്, ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് തുറന്ന ജീപ്പിൽ പോവാണ്. ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് ആ തുറന്ന ജീപ്പിലുള്ള ചെയറിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കശുമാവ്, ആ മാവിന്റെ അത് ഞാൻ ശരിക്കും കണ്ടില്ല. ഈ ജീപ്പ് ഇങ്ങോട്ട് വരില്ല, ഈ മാവിന് ഒരു എന്താ കൂട് പുളിയുറുമ്പ് അങ്ങനെ തന്നെ എൻ്റെ മേല് വീഴുകയും ഞാൻ ചെന്ന് നിൽക്കുന്നത് എൻ്റെ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ. അവിടെ നിന്ന് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് അവരുടെ അടുത്ത്. കാരണം പല സ്ഥലങ്ങളിലാണ് ഇവർ കടിക്കുന്നത്. എന്റെ ദൈവം, അന്നുണ്ടായ വേദന എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇടുമ്പോ ഇയാള് പിടിക്കാൻ നോക്കുക. എന്തിനാന്നറിയോ? പിടിച്ചിട്ട് വീണ്ടും ഇടാ. അപ്പൊ എന്തായാലും മോളെ നീ കലക്കടി. നിന്നെ എങ്ങനെ ഡി എന്ന് പറയാ അല്ലേ? അതെ, മേഡം എന്നൊക്കെ പറയേണ്ടി വരും. നീ എത്രാം ക്ലാസ്സിലാ മോളെ പഠിക്കണേ? ഫസ്റ്റ്. ഒന്നിലാ? ഓക്കെ, നന്നായി മോള് പാടി. സുഖാണ്. ചോദിക്കുന്നില്ല. സുഖാണ് പക്ഷേ
അവർക്ക് പൈസ വേണം. ഇച്ചിരി കൊടുക്കാവോ? ഓ ദേ പിടിച്ചോ. അങ്ങനെ വേണ്ട, വാപ്പിയുടെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിച്ചെന്നാ. ഇതിലൊരു കാശില്ല. വാപ്പിയുടെ അടുത്ത് ചോദിക്കും. ആപ്പിടുത്തൊന്നും കാശില്ലാന്ന്. പിന്നെ ആരെന്താ കാശ്? അത്യാവശ്യമുള്ളേ, അർജന്റാ പാവം. വളരെ അർജന്റാണ്. കാഡ്ബറീസ് ചോക്ലേറ്റ് വാങ്ങിക്കാനാ. കുട്ടികളെ പോലെ കളിക്കുക. ആ അതെ, കാഡ്ബറീസ്. കാരണം എനിക്ക് ഡെയിലി ഒരു കാഡ്ബറീസ് ചോക്ലേറ്റ് വേണം. ഒരു 100 രൂപ അതായത്. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നസെന്റ് എന്നെ പാട്ട് പഠിപ്പിക്കുന്നു. എവിടെ മുതല് പല്ലവിയിലെ ആദ്യത്തെ ഒരു വരി. ആന കൊടുത്താലും കിളിയേ. ആ പാട്. കാശു കൊടുക്കല്ലേ. ആന കൊടുത്താലും ആന. ആനയാ? ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? ഇച്ചുപോയി. പിച്ചുപോയിന്ന്. ആന കൊടുത്താലും കിളിയെ ആശ. നിർത്തിയിട്ടല്ല, ആ. അത് ഒരുമിച്ചേ പടർ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? കൊടുക്കാമോ മേലോട്ടല്ലേ? കൊടുക്കാമോ മേലോട്ടാ, താഴോട്ടല്ല. പറഞ്ഞോട് കൊടുക്കാമോ എങ്ങനെയാണ്? ആന കൊടുത്താലും കിളിയേ ആശ കൊടുക്കാമോ? ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? ഏതാണ്ടായി അല്ലേ? ആ മിയക്കുട്ടിക്ക് തരുന്ന മാർക്ക് ഒന്ന് എത്ര? 3. ഇത് 2. ഇത് അടുത്ത 3. ഇത് അടുത്ത 3. പിന്നെ ഒരു കുത്ത് 75. 9.75 out of 10. 3+3+3 3 പ്രാവശ്യം 3 പറഞ്ഞല്ലോ. ഇവിടെ കേട്ടോ, 3 + 3 + 3 പിന്നെ 0.25 അതും 3 times. അപ്പൊ എല്ലാം കൂടി വരുമ്പം ഈ മാർക്കൊന്നും അല്ല, 9.75. കത്തിയില്ലല്ലോ. മധു അങ്കിള് മോൾക്ക് തരുന്നു 3 + 3 + 3 0.4 + 3 പിന്നെ 2 + 3. ഓ എത്ര തീയാ മധുങ്ങള്. കൊറേ 3 ഇല്ലേ? ആ അപ്പൊ മധു അങ്കിള് തരുന്നു 9.75 out of 10. മോളൊന്ന് തിരിഞ്ഞു നോക്ക്, ഏതെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്ക്. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ? അല്ല മോളെ, എനിക്കും ഒരു മാർക്ക് തരണ്ടത്. ഞാനും പഠിതല്ലേ, ആന കൊടുത്ത ആശ കൊടുക്കല്ലേ എന്ന് പറഞ്ഞത്. മാർക്ക് കൊടുക്കും. എനിക്കൊരു മാർക്ക് തരുമോ? മിയ കുട്ടി ആലോചിച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മാർക്ക് കൊടുക്കുക. മിയ കുട്ടിക്ക് ഏതാ ഏറ്റവും സൂപ്പർ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. 3. അത് തന്നെ. അവളെ സംബന്ധിച്ച് 100 ആണ്. 3 എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് അവിടെ. ഓക്കെ, അതാണ് താങ്ക് യു. സോ മിയക്കുട്ടി മാർക്ക് 29.025 out of 30. മൈ ഗോഡ്, മിയക്കുട്ടിക്ക് വീണ്ടും അടിച്ചിരിക്കുന്നു a golden crown. Thank you. അടിയൊരു ബാലചന്ദ്രമേനോൻ പൂക്കുറ്റി. Thank you. Congratulations, you are awarded a golden crown. Thank you. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമയമാണ്, വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ ആരാണ് ബാലചന്ദ്രമേനോൻ? ആരാണ്? ബാലചന്ദ്രമേനോൻ. വന്നു. Good night. ചാച്ചാ വൈ വൈ ഉമ്മ സി യൂട്യൂബർ. എന്റെ ചിത്തിര താമരത്തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ, നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേകുവാൻ പിറന്നാൾ കിളി. വേനൽക്കാലമൊക്കെ ഇങ്ങ് എത്തിയില്ലേ? ഒന്ന് കൂളാവാൻ ഒരു AC വാങ്ങിയാലോ?
മൈജി ഒരുക്കുന്ന സൂപ്പർ കൂൾ AC ഓഫറിലൂടെ ഇഷ്ടപ്പെട്ട മോഡൽ AC കൂളായി തിരഞ്ഞെടുക്കാം. ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ കൺവേർട്ടബിൾ ഇൻവെർട്ടർ എനർജി സേവിംഗ് ACകളുടെ വൈവിധ്യമാർന്ന കളക്ഷനാണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ACകൾക്ക് 10 വർഷം കംപ്രസർ വാറണ്ടിയും കൂടി ലഭിക്കുന്നു. നിങ്ങളുടെ വീടിന്റെയും ഓഫീസിന്റെയും ഘടനയ്ക്ക് അനുയോജ്യമായ AC തിരഞ്ഞെടുക്കാൻ മൈജിയുടെ എക്സിക്യൂട്ടീവിന്റെ സേവനവും ലഭ്യമാണ്. വമ്പിച്ച ഡിസ്കൗണ്ടും ഫിനാൻസ് സൗകര്യങ്ങളും മൈജിയുടെ പ്രത്യേകതയാണ്. കൂടാതെ തിരഞ്ഞെടുത്ത മോഡൽ AC പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസർ സൗജന്യമായി നേടാം. മൈജിയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഷോറൂമുകളിലും ഈ ഓഫർ ലഭ്യമാണ്. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റസ്റ്റ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. ഹൃദയ സംഗീതത്തിന്റെ സർഗവേദിയിലേക്ക് തലസ്ഥാന നഗരിയിൽ നിന്നും അക്ഷിത് എത്തുന്നു. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. ആ തോർത്തൊന്നും തരുമോ എനിക്ക്? മുഴുവൻ ചെളി പറ്റി പിടിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല, എനിക്ക് കണ്ടപ്പോ ഒരു ആഗ്രഹം. നല്ല ആറുണ്ടല്ലോ, ഈ ഒഴുക്കില്ലാത്ത ഒഴുക്കണ്ടേ പ്രശ്നമാണ്. അയ്യോ, അടിച്ചോണ്ട് പോകും. നമ്മൾ നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങുന്ന വേറെ എവിടെങ്കിലും ആയിരിക്കും. നമ്മള് പോകുന്നത് തോർത്ത് പോകുന്ന കാര്യം. തോർത്ത് പോയാൽ കരയെ കയറാൻ പറ്റത്തില്ല, അത്രയല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിന്റെ ഒപ്പം പോണം. തോർത്ത് പോക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ തോർത്ത് മാത്രം അവിടെ കിടന്നിട്ട് നമ്മൾ പോയാലോ? മീനുട്ടി ഇമാജിനേഷനിലേക്ക് പോയി. മീനുട്ടിയുടെ എന്തെങ്കിലും പറഞ്ഞ പ്രശ്നം. ഉടനെ മീനുട്ടി ചിന്തിച്ചു. ഉടനെ മീനുട്ടി ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നത് എന്റെ തോർത്ത് പോകുന്നൊക്കെ ആലോചിച്ചു. എന്റെ ജീവിതത്തിൽ, എന്റെയും പ്രിയദർശന്റെയും ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ തോർത്ത്. കാരണം സിനിമ കാണാൻ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ, അതായത് തൈക്കാട്, അവിടുന്ന് ഒരു വലിയൊരു ഓടയുണ്ട്. ആ ഓടയിൽ ഞങ്ങൾ രണ്ടുപേരും ഈ തോർത്തുമായിട്ട് ഇറങ്ങും. എന്നിട്ട് രണ്ടറ്റം പ്രിയം പിടിക്കും, രണ്ടറ്റം ഞാനും പിടിക്കും. എന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മീന്, അതായത് ഗോൾഡ് ഫിഷ്, ബ്ലാക്ക് മോളി, ഇതൊക്കെ വരും. ഇത് വലയിൽ വരും, ഓടക്കകത്ത്. അന്ന് ഓട നല്ല ഒഴുക്കുള്ള ഓടയാണ്, അതിനകത്ത് വരും. അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഈ തോർത്തിട്ടിട്ട് ഈ ഇതുപോലത്തെ മീനുകളെ, അലങ്കാര മീനുകൾ വന്ന് ചാടും. ഈ മീനുകളെ എടുത്ത് ചെടിയൊക്കെ അതിനകത്ത് വെച്ച് ഓർലിക്സ് കുപ്പിക്കകത്ത് വെച്ചിട്ട് 10 പൈസ 5 പൈസ അതിനൊക്കെ നമ്മൾ വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് പ്രിയനും ഞാനും സിനിമ കാണാൻ പോകാറുള്ളത്. അതും 25 പൈസയുടെ 20 പൈസയുടെ തറ ടിക്കറ്റിലാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ തോർത്തിനെ സ്മരിക്കുന്നതും ഓർക്കുന്നതും ഇപ്പോഴും സന്തോഷിക്കുന്നതും സ്നേഹിക്കുന്നതും എൻ്റെ പൊന്ന് കച്ചത്തോർത്തെ. ഏത് പാട്ട് മോനെ? പുഞ്ചവയല് കൊയ്യാൻ. ഓ, നായർ സാബ്. അതെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.
പാട്ടൊക്കെ വളരെ നന്നായിരുന്നു. പക്ഷേ നടുവിലത്തെ കുട്ടി വേറെ ആരുമല്ല, തിരിഞ്ഞു നോക്കണ്ട, ഇങ്ങോട്ട് തന്നെ നോക്കൂ. വിളിക്കുന്നു. ആ കുട്ടിയല്ല, വരൂ. ഈ പാന്റ് ഇട്ടിട്ടുള്ള കുട്ടി, കറുത്ത പാന്റ് ഇട്ട ആ കറുത്ത പുള്ളിയുള്ളതല്ലേ? അല്ലല്ല, വിളിക്കുന്നു. മോളെ നീ ഇന്നസെന്റ് അല്ല. വിളിക്കുന്നു. ആ കുട്ടികൾ ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. ഈ നെല്ല് കൊയ്യാൻ നിന്റെ ഒപ്പം ഞങ്ങളും പോരട്ടെ. അതൊന്ന് പാടി നോക്കട്ടെ. ഓ, ചേട്ടന് സംശയമല്ലേ? ഞാൻ എന്നെയാണ് സംശയിച്ചത്. നെല്ല് കൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ല് കൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ, നെല്ല് കൊയ്യാൻ നിന്റെയൊപ്പം ഞങ്ങളും പോരട്ടെ. ഓക്കെ, നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു ഈ പറഞ്ഞ പോലെ ചാണകവും ചാരവും ഇട്ട് വളർന്നു വന്ന നെല്ലിന്റെ ആ നെല്ലല്ല ഇദ്ദേഹം പറഞ്ഞത്. അത് നെല്ലെന്ന് പറയാം, അത് പൊട്ടാഷ്യം യൂറിയ ഒക്കെ ഇട്ട് വളർത്തി വലുതാക്കിയ നെല്ലാണ്. ഓ, ആ നെല്ലല്ലേ? ആ ഓല അടിയണ്ണ അങ്ങോട്ട്. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. ഏറുമുൾ കണ്ടയാൽ അസ്വസ്ഥയായില്ല, ദൂരേക്ക് നോക്കുന്നു വീണ്ടും വീണ്ടും. അതെ, ആ നെല്ല് എന്ന് പറയുന്നത് ചാണകവും ചാരകവും ഇട്ട് വളർന്നു വന്ന നെല്ലാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ ഈ നെല്ല് ഓലയാൽ മെഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കോലയിൽ നിന്നൊരു കോമളാങ്കി. അങ്ങനെ ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ അത് കൈതോലയല്ല, പിന്നെ സാക്ഷാൽ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ ഓലയിൽ നിന്നൊരു കോമളാങ്കി. അതെ, ചാരവും ചാണകവും ഇട്ട് വളർന്നു വന്ന നാടൻ ഓലയാണ്, നാടൻ തെങ്ങിന്റെ. എന്ന് പറഞ്ഞാൽ മൂത്ത് വിളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയോടുകൂടി വളർന്ന ആ തെങ്ങിന്റെ ഓലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ ഓലയിൽ നിന്നൊരു കോമളാങ്കി. അല്ല, ഒരു ചെറിയൊരു സംശയം. ഓല എന്ന് പറയാൻ പാടില്ല. അതല്ല, ഇത് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് മാറ്റും, അതിലുണ്ട്. ഓല വേണ്ട, വിട്. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടേടി. ആ ഓല അത് ചെന്തെങ്ങിന്റെ ഓലയാണ്. ഇത് നമ്മുടെ നാടൻ തെങ്ങിന്റെ ഓല. മൂത്ത് വിളഞ്ഞ നാളികേരം എടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന് പുഷ്ടിമയോടുകൂടുള്ള തെങ്ങിന്റെ ഒലയാൽ മെഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ ഓലയിൽ നിന്നൊരു കോമളാങ്കി. ശരി, സമ്മതിച്ച് എല്ലാം ഞാൻ സമ്മതിച്ച്. നമുക്കിനി തിരിച്ച് അക്ഷരത്തിലേക്ക് കടന്നാലോ? അല്ല, അതിലേക്ക് പോവാം. പക്ഷെ അതല്ല, എനിക്ക് ഈ ഓല ഇത് വളർന്നു വലുതാവുന്നത് വരെ എനിക്ക് ഇവിടെ തന്നെ എന്തേ കുഴപ്പമുണ്ടോ? ചേട്ടാ, നമ്മൾ എത്ര നാളുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഇതുവരെ വളർന്നില്ലേ? ഇല്ല. അപ്പൊ നമുക്കിനി ബാക്കി ഇവിടെ ഇരുന്നിട്ട് നോക്കിയാലോ? ഓക്കെ. ഒലയാൽ മേഞ്ഞൊരു കൊമ്പ് എന്നുള്ളൊരു പാട്ടിനെ വെച്ച് ഇത്രയും എന്റർടൈൻമെന്റ് ആക്കി ഇന്നസെന്റിന് വേണ്ടി, ശ്രീകുടൻ ചേട്ടന് വേണ്ടിയും അടി ഒരു ഗോൾഡൻ ക്രൗൺ പൂക്കുറ്റി. ഓ, എന്താ ഒരാളെ കളിയാക്കണ പോലെ. അല്ല അത് ഇന്നസെന്റ് ചേട്ടാ, ഞാൻ മറന്നു. ഞാൻ ഈ പൂക്കുറ്റിയുടെ സ്ഥലത്തേക്കൊക്കെ നോക്കിയിരിക്കുകയല്ല. അല്ലല്ല, അത് എന്താ അറിയോ, ഈ പൂക്കുറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതങ്ങനെ എല്ലാരും അനുസരിക്കൂല. ഇതിപ്പോ സ്വന്തമായിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി അടിക്കണമെങ്കിൽ ഇദ്ദേഹം തന്നെ പറയണം. അതാണ് പ്രശ്നം. ശ്രീകുണ്ടൻ ചേട്ടാ, അതൊന്ന് പറഞ്ഞ് അടിച്ചു തന്നിരുന്നെങ്കിൽ. അപ്പം എനിക്കും ഇന്നസെന്റ് ചേട്ടനും വേണ്ടിയിട്ട് അടിയന്റെ പൊന്നു പൂക്കുറ്റി ഒരു അടിച്ചു പൊളി പൂക്കുറ്റി. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ. അക്ഷയത്തിന്റെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ഉഗ്ര മൂഡ് തന്നെയാണ് അക്ഷയത്ത് ഇവിടെ തന്നത്. ആ കോസ്റ്റ്യൂമിൽ വന്ന അക്ഷയത്ത് പാടിയപ്പോൾ ഉണ്ടായ ഫീലും ആ മൊത്തം ഒരു പാക്കേജിംഗ് ഇല്ലേ, അതിനൊരു വലിയ കയ്യടി മോൻ. മോൻ ഇവിടെ ഈ ഒരു ഫോക്ക് സോങ് പാടുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നല്ല കടിച്ചാ പൊട്ടാത്ത സ്റ്റൈലിൽ പാടുന്ന പാട്ടുകാരനല്ല, ഫോക്കിന്റെ തനിമ ചേർത്ത് പാടണം. അത് മോൻ ഇവിടെ നന്നായിട്ട് തന്നെ ചെയ്തു. അങ്കിൾ വളരെ ഹാപ്പിയാണ്. പിന്നെ മോൻ്റെ പാട്ടിൽ MG അങ്കിൾ കോറസ് പാടിയപ്പോഴും
ബാക്കി 2 ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് കോറസ് പാടിയപ്പോഴൊക്കെ ശരിക്കും ഒരു നല്ലൊരു ബോണ്ടിങ് ഫീൽ ചെയ്തിരുന്നു. താങ്ക് യു സർ. സൂപ്പർ മോൻ, അടിപൊളിയായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. 100ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് 150 വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പാടുന്ന പാട്ടിൻ്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വളരെ മനോഹരമായിട്ട് പാടി. ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ചരണമൊക്കെ കുറച്ചും കൂടി ഒന്ന് എനർജി കിട്ടിയാൽ കൊള്ളാം, കുറച്ചും കൂടി ഒന്നൊരു എനർജി ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് തോന്നി. എനിക്ക് ഈ പാട്ട് മോൻ പാടി കേട്ടപ്പോൾ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഒരു നാടൻ സ്റ്റൈലുള്ള പാട്ടാണ്, ഫോക്ക് സോങ് ആണ് ഓർമ്മ വരുന്നത്. നാട്ടുപച്ചക്കിളിപ്പെണ്ണേ നല്ലോല പൈങ്കിളിയേ കാലമുറങ്ങും കാകളിച്ചിന്തിൽ നീ നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ നന്മ വിളയും നാടോടിപ്പാട്ടിൽ നീ തുയിലുണരോ നാടിനെ തുയിലുണർത്തോ. ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്തായാലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. അക്ഷിത്തെ, എന്തോ ഞാൻ അക്ഷിത്തിന്റെ പാട്ടൊരു ചെറിയൊരു ശ്രദ്ധയിൽ വന്നതേ ഉള്ളൂ. നന്നായിട്ട് പാടി എന്നാണ് എൻ്റെ ഉദ്ദേശം. കാരണം ഞാൻ അവിടെ വന്നിട്ട് കോറസ് പാടിക്കൊണ്ട് നിന്നുകൊണ്ട് ഞാൻ എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പാടിയ ചില എക്സ്പ്രഷൻസ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട്. താങ്ക് യു സർ. എനിക്ക് നല്ല ഇഷ്ടമായി. വേറൊന്നുമല്ല, പാട്ട് നന്നായിരുന്നു, ആ ഡാൻസും എല്ലാം കൂടെ നന്നായി. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു പാട്ടുകാരനെ അവിടെ നിർത്തിയിട്ട് ആ 2 പേര് നിങ്ങളൊന്ന് പാടൂ എന്ന് പറയാൻ സാധിച്ചില്ലേ അല്ലേ? അത് 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. എനിക്കിനി വേറെ ഒന്നും വേണ്ട. അപ്പൊ അത് നിന്റെ ഈ പാട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് അത് പാടാൻ ഇതിന് അവസരം കിട്ടിയത്. അദ്ദേഹത്തിനോട് പറയാനും നീ ഇത്രയും നന്നായിട്ട് പാടും എന്നുള്ളത് ഞാൻ ഇതിനേക്കാളും മുമ്പും ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. ഇന്നും വളരെ നന്നായി നീ പാടി. ഇങ്ങനെ തന്നെ വണ്ടി പോട്ടെ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ അക്ഷിത്തിന് ഞാൻ തരുന്നു 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. പിടിച്ച ഒരു 9.5 കൂടെ. താങ്ക് യു സർ. ഞാനും അവരുടെ കൂടെ കൂടുന്നു. 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. 28.5 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. 28.5 എന്ന് പറഞ്ഞാൽ അക്ഷത്തിന് കിട്ടുന്നത് a golden crown. താങ്ക് യു സർ. ആടിയൊരു ഓലയാൽ മേഞ്ഞ പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്കുള്ള സമയമാണ്, വോട്ടിങ്ങിനുള്ള സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഹൃതിക്. വെൽക്കം ഹൃതിക് ഓൺ സ്റ്റേജ്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രത്യേകതയല്ല, അതൊരു വലിയ പ്രത്യേകതയാണ്. നമ്മുടെ എല്ലാം സ്വന്തം ഇന്നസെന്റ് ഏട്ടൻ, അതായത് മലയാളത്തിൻ്റെ അഭിമാനമായ ഇന്നസെന്റ് ഏട്ടൻ, മലയാളത്തിൻ്റെ പുണ്യമായ ഇന്നസെന്റ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. അപ്പം അതിന് ഞാൻ എന്ത് പറയാനാണ് എന്നെനിക്ക് അറിഞ്ഞൂടാ. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഇനി ഒരുപാട് വേഷങ്ങളും MP അല്ല മന്ത്രിയാവട്ടെ എന്ന് വരെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും.
നമ്മുടെ ഇന്നത്തെ കുറേ നല്ല പാട്ടുകളും പെർഫോമൻസും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നാളെ വൈകിട്ട് 6:30 മുതൽ തുടങ്ങുന്ന ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും ടോപ്പ് സിംഗർ @flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 8111990913 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയക്കുക.